എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു വയസ്സായിട്ടൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ 4 മടക്കിലാണ് ഇത് ഇട്ടിട്ടുള്ളത്. അതായത് രണ്ടായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് 4 ആക്കിയിട്ട് നമ്മളിവിടെ മടക്കി ഇട്ടിക്കുകയാണ്. ഇനി അതിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. നീളം എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഇതുപോലെ ഞാൻ 2 പീസിന് മടക്കിയിട്ടതാണ്. ഇനി നമ്മൾ ഈ ഓപ്പണായി ഇരിക്കുന്ന സൈഡിൽ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴ്ഭാഗത്തോട്ടായിട്ട് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്രോസ് പീസാണ്. 1.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ്. ഇതിൻ്റെ നീളം നമ്മൾ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. ഇനി ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ നിവർത്തി വയ്ക്കാം. ഇതിൻ്റെ ചീത്ത ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ക്ലോത്ത് ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതുപോലെ വെച്ച് 1/4 ഇഞ്ച് വിട്ടൊന്ന് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഈ ബാക്കി വരുന്ന ക്ലോത്ത് നമുക്ക് 2 മടക്കാക്കി ഇതുപോലെ 2 മടക്കാക്കി മടക്കിയതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലെ ചെറിയ ചെറിയ കട്ട് കൊടുത്താൽ നമുക്കൊന്നുകൂടെ വൃത്തിക്ക് നിൽക്കും. ഇതും നമുക്ക് അതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയതിന് ശേഷം തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ക്ലോത്ത് നമ്മൾ ചീത്തവശമാണ് കാൽ ഭാഗം ചെറുതാക്കി ഒന്ന് മടക്കിയതിന് ശേഷം താഴെ വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് മടക്കി തലപ്പിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലോത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ഈ പീസിനെ ഇതുപോലെ രണ്ട് സൈഡിലും ഒന്ന് മടക്കി നടുമടക്കി നമുക്ക് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലുള്ള രണ്ട് പീസ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിനെ ഒരു പിൻ കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഹോളിലൂടെ നമുക്ക് കടത്തിയെടുക്കാം. ഇപ്പം നമ്മൾ കടത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ രണ്ട് പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ഭാഗം തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് വച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് വശം നമുക്ക് 1 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം.
ഇനി നമുക്ക് താഴ്ഭാഗം ഇതുപോലെ രണ്ടാക്കി മടക്കി തയ്ച്ചെടുക്കാം. താഴ്ഭാഗം ചുറ്റുഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വള്ളികൾ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.